Hi friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മൾ ഈ ഒരു സീരീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊമേഴ്സ് പേപ്പറിനാണ്, ദാറ്റ് ഈസ് പേപ്പർ 2. സോ പേപ്പർ 2 കൊമേഴ്സ് ഉള്ള എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അതും നമ്മൾ ഡെയിലി ബേസിസിൽ കൊമേഴ്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോയും അതുപോലെ പേപ്പർ 1ന് വേണ്ടിയിട്ട് 2 വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഓൾ ഹാപ്പി വിത്ത് അവർ വീഡിയോസ്. നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കീപ് സപ്പോർട്ടിങ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് കേരള സെറ്റ് എന്നുള്ള ഒരു ഡ്രീം ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വി വിൽ ബി ഹാവിങ് അവർ എക്സാം ഓൺ August 14th, 2021. ഓക്കെ, സോ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ. അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇതിന് തൊട്ട് മുന്നേ 2 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. QT പാർട്ട് 1ഉം പാർട്ട് 2ഉം. അതിൻ്റെ തന്നെ പാർട്ട് 3 ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. 2018 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സിംഗിൾ ലൈനേഴ്സിലാണ് നമ്മളിപ്പോൾ ആക്കിയിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നമ്മളിങ്ങനെ സിംഗിൾ ലൈനേഴ്സിൽ ചെയ്യുന്നത് നിങ്ങളുടെ ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ്. So without much time, let's move to our points, right? So first point, assignment problem എന്താ എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Assignment problem is a special case of transportation problem in which the objective is to assign a number of origins is equal to the number of destination at the minimum cost. അതായത് നമ്പർ ഓഫ് ഒറിജിൻസും അതുപോലെ തന്നെ അതിനോട് ഈക്വൽ ആയിട്ടുള്ള നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോബ്ലമാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതും അറ്റ് ദ മിനിമം കോസ്റ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ വാട്ട് ഈസ് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്നുള്ളതിൻ്റെ ഒരു കുട്ടി ഡെഫിനേഷൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫോക്കസ് പോകുന്നത് ഇൻ അസൈൻമെൻറ്റ് പ്രോബ്ലം നമ്പർ ഓഫ് പേഴ്സൺസ് ആൻഡ് ദ നമ്പർ ഓഫ് ടാസ്ക് ആർ ഈക്വൽ സോ ദാറ്റ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ആർ ഈക്വൽ. ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ സെയിം പോയിൻ്റ് തന്നെയാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് എത്ര നമ്പർ ഓഫ്, ഇപ്പോൾ 5 പേരാണ് നമ്മൾക്കുള്ള വർക്കേഴ്സ് എങ്കിൽ ആ 5 പേഴ്സണിനുള്ള വർക്കായിരിക്കും ഉണ്ടാവുന്നത്, അഥവാ ടാസ്ക് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഇൻ ടോട്ടൽ ദെയർഫോർ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, പിന്നെ അസൈൻമെൻറ്റ് പ്രോബ്ലം അൺബാലൻസ്ഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസും അതുപോലെ തന്നെ നമ്പർ ഓഫ് റോസും ഈക്വൽ അല്ല എന്നുള്ള ഒരു ടൈമിലാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം അൺബാലൻസ്ഡ് എന്ന് പറയുന്നത്. Okay, so I hope you people get a brief idea of what is assignment problem. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ്ഡ് ഇൻ ഡാഷ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ what you people will be going to write? The answer is iteration. Iteration എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് ഫോളോഡ് ഇൻ എ സിംപ്ലക്സ് മെത്തേഡ് ടു മൂവ് ഫ്രം വൺ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ടു അനദർ. നിങ്ങളുടെ MCOM BCOM ആ ഒരു സീരീസിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു അസൈൻമെൻറ്റ് പ്രോബ്ലം അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഇതുപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ QT സബ്ജക്റ്റിൽ കവർ ചെയ്തിട്ടുണ്ടാവും. സോ അതിലേക്ക് ഞാൻ ഇൻ ഡീറ്റെയിൽ പോകുന്നില്ല. ഞാനിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ കേരള സെറ്റ് കൊമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് കീ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതോടുകൂടി നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഹൗ ഐ ഷുഡ് അറ്റംപ്റ്റ് ഇറ്റ് അല്ലെങ്കിൽ ഹൗ ഐ ഷുഡ് ലുക്ക് ടു ദാറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എനിക്കിവിടെ പറയാനുള്ളത്, ഇപ്പോൾ അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒരു സിംപ്ലക്സ് മെത്തേഡിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്തു പോകുന്നതെന്ന്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ്ഡ് ഇൻ ഇറ്ററേഷൻ. ഇറ്ററേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഫോളോഡ് ഇൻ സിംപ്ലക്സ് മെത്തേഡ് ടു മൂവ് ഫ്രം വൺ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ടു അനദർ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ ഒരു 3-4 പോയിൻറ്റ്സ് റെഫർ ചെയ്തു. അതോടുകൂടി അസൈൻമെൻറ്റ് പ്രോബ്ലത്തിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇറ്ററേഷൻ. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് എന്ന് നമ്മൾ ഇപ്പോൾ നോക്കി. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്. ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക് യൂസ്ഡ് ഫോർ സോൾവിങ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ട്രാൻസ്പോർട്ട് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് കമ്മോഡിറ്റി ദാറ്റ് ആർ ഇനീഷ്യലി സ്റ്റോർഡ് അറ്റ് വേരിയസ് ഒറിജിൻ ടു ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇസ് മിനിമം.
അതായത് അതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, ക്വാണ്ടിറ്റീസ്. ഓക്കെ, അത് ഇനീഷ്യലി മറ്റൊരു സ്ഥലത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസിലേക്ക് എത്തിക്കാൻ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറഞ്ഞ രീതിയിലൂടെ ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രോബ്ലമാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്താ എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒറിജിൻസും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസും നീഡ് നോട്ട് ബി ഈക്വൽ. ഓക്കെ, അതങ്ങനെ നിർബന്ധമില്ല. സോ ദാറ്റ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് നീഡ് നോട്ട് ബി ഈക്വൽ. പക്ഷേ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് പേഴ്സൺസും അതുപോലെ നമ്പർ ഓഫ് ടാസ്കും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അസൈൻമെൻറ്റ് പ്രോബ്ലം തമ്മിലൊരു ഡിഫറൻസ് ആണത്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് നമ്പർ ഓഫ് ഒറിജിൻസും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡെസ്റ്റിനേഷനും ഈക്വൽ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിന് നിർബന്ധമുണ്ട്. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആർ സെഡ് ടു ബി അൺബാലൻസ്ഡ് ഇഫ് ദ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടോട്ടൽ സപ്ലൈ ആർ നോട്ട് ഈക്വൽ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു 3 പോയിൻ്റ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സോൾവിങ് മാക്സിമം പ്രോബ്ലം. എത്രത്തോളം പ്രോബ്ലം ഉണ്ടോ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് വാട്ട് ഐ മെൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാച്ച് ദ ഫോളോയിങ് പാറ്റേണിൽ വന്ന ഒരു സംഭവമാണ്, ഒരു ടോപ്പിക്കാണ്. 4 പോയിൻ്റ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ആ 4 പോയിൻറ്റിൽ നിങ്ങൾക്ക് ക്രൂഷ്യലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പോയിൻറ്റ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ഇൻ ഇറ്റ്. നെറ്റ്വർക്ക് അനാലിസിസ് എന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ടേമാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ്. ഓക്കെ, നെറ്റ്വർക്ക് അനാലിസിസിൽ വരുന്ന ഒരു ടേമാണ് ഫ്ലോട്ട്. ഡിസിഷൻ പ്രോബ്ലത്തിൽ വരുന്നതാണ് എക്സ്പെക്റ്റൻസി മോണിറ്ററി വാല്യൂ. ഓക്കെ, എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. ഈ ഡിസിഷൻ പ്രോബ്ലത്തിൽ വരുന്ന കുറേ അധികം ടേംസ് ഉണ്ട്. EMV, EOL, EVPI, EPPI ക്രൈറ്റീരിയ, അങ്ങനെ പലതരം ഡിസിഷൻ തിയറീസ് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു വീഡിയോ വേണം എങ്കിൽ യു പീപ്പിൾ ക്യാൻ ഗോ ടു കൊമേഴ്സ് ബൈറ്റ്സ് കമ്മ്യൂണിറ്റി ടാബ് ആൻഡ് ജസ്റ്റ് പോസ്റ്റ് എ കമൻറ്റ്. ഓക്കെ, നെറ്റ്വർക്ക് അനാലിസിസിൽ വരുന്ന ഒരു ടേമാണ് ഫ്ലോട്ട്സ്. ഡിസിഷൻ പ്രോബ്ലത്തിൽ വരുന്നതാണ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു EOL, EMV അങ്ങനെയുള്ള കുറച്ച് ടേംസ് വരുന്നത് ഡിസിഷൻ പ്രോബ്ലത്തിലാണ്. ആൻഡ് നെക്സ്റ്റ് പോയിൻ്റ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്. എപ്പോഴും സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു മേജറായിട്ടൊരു പ്രോബ്ലമാണ്. അവർക്ക് വോഗൽസ് ടെക്നിക്ക് ഉണ്ടല്ലോ, ആ ഒരു വോഗൽസ് ടെക്നിക്ക് അവർക്ക് എപ്പോഴും അസൈൻമെൻറ്റ് പ്രോബ്ലത്തിലാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റുഡൻസിന് എപ്പോഴും വരുന്നുണ്ട്. സോ അത് സോൾവ് ചെയ്യാൻ ഞാനൊരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ ആൽഫബറ്റിക് ഓർഡേഴ്സില്ലേ, ABCD ആൽഫബറ്റ്സ്, ആ ABCD ഓർഡറിൽ പോയി കഴിഞ്ഞാൽ TUV ആ ഒരു സെക്ഷൻ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയിടുക. അതായത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം വോഗൽസ് TUVW ആ ഒരു ഫോർമാറ്റ് പോവില്ലേ. ഓർക്കാൻ എളുപ്പത്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ എഴുതിയിടുന്നത്. അതായത് ഒരു നിമോണിക് സ്റ്റൈൽ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെറ്റേഴ്സ് കാണുമ്പോൾ TVU. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം U അവിടെ സ്കിപ്പ് ചെയ്തേക്ക്, എന്നിട്ട് V വരുമ്പോൾ വോഗൽസ്. ഓക്കെ, അപ്പം നമുക്ക് ഉറപ്പിക്കാം വോഗൽസ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ ഉള്ളിൽ വരുന്നതല്ല, അത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ വരുന്നതാണ്. ഇഫ് യു ലൈക്ക് ദിസ് ട്രിക്ക് ക്ലിക്ക് ഓൺ ദ ലൈക്ക് ബട്ടൺ. ഓക്കെ, ലാസ്റ്റ് വരുന്ന പോയിന്റ് LPP. എല്ലാവർക്കും അറിയാം, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതിൽ വരുന്നതാണ് ഫീസിബിൾ റീജിയൻ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് പ്രോബ്ലം നോക്കി, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നോക്കി, അതുപോലെ തന്നെ അതിനെ പറ്റി ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഞാൻ തന്നു. ആൻഡ് നമ്മൾ പറഞ്ഞു അസൈൻമെൻറ്റ് പ്രോബ്ലത്തിന് ഇറ്ററേഷൻ വഴിയാണ് സോൾവ് ചെയ്യുന്നത്. അതുപോലെ അസൈൻമെൻറ്റ് ടെക്നിക്കിൽ യൂസ് ചെയ്യുന്നത് എത്രത്തോളം പ്രോബ്ലംസ് സോൾവ് ചെയ്യാമോ അത്രത്തോളം പ്രോബ്ലംസ് സോൾവ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ മെയിനായിട്ടൊരു ഒബ്ജക്റ്റീവ്. പിന്നെ പറഞ്ഞു നെറ്റ്വർക്ക് അനാലിസിസ് ഫ്ലോട്ട്സ് ആണ്, അതിൻ്റെ ടേം വരുന്നത് നെറ്റ്വർക്ക് അനാലിസിസിലാണ്. ആൻഡ് ഡിസിഷൻ പ്രോബ്ലംസ് വരുന്നത് EMV, EOL അങ്ങനെ കുറച്ച് ടേംസാണ് അവിടെ വരുന്നത്. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ വരുന്നതാണ് വോഗൽ. അതിന് ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തന്നത് TUVW ആ ഒരു പാറ്റേണിൽ നോക്കിക്കഴിഞ്ഞാൽ T കഴിഞ്ഞ് U ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് V. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളിനി മറക്കില്ല, ഈ ഒരു
സെൻറ്റൻസ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു കൺഫ്യൂഷൻ വരില്ല. വോഗൽസ് അസൈൻമെൻറ്റിൻ്റെ ആണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരില്ല. ഓക്കെ. പിന്നെ ലാസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്ത പോയിൻ്റ് LPP ആണ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതിൽ വരുന്ന ഒരു ടേമാണ് ഫീസിബിൾ റീജിയൻ. I hope you people get what I meant in these points. Okay? Now we are going to study two terms, slack വേരിയബിളും അതുപോലെ തന്നെ സർപ്ലസ് വേരിയബിളിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സർപ്ലസ് വേരിയബിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാ സ്റ്റുഡൻസിനും എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന രണ്ട് ടേമാണ് സ്ലാക്ക് വേരിയബിളും സർപ്ലസ് വേരിയബിളും. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. സർപ്ലസ് വേരിയബിൾ, if the constraint has greater than or equal to, then in order to make it equality we have to subtract some variable from its LHS. അതായത് ഇവിടെ പറയുന്നത് സർപ്ലസ് വേരിയബിൾ. സർപ്ലസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയാണ് നിൽക്കുന്നത്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈനിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ കൂടിയല്ലേ നിൽക്കുന്നത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അതിൻ്റെ LHSൽ പോയിട്ട് സം വേരിയബിൾസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർപ്ലസ് വേരിയബിൾ, സർപ്ലസ് എന്ന് പറഞ്ഞാൽ കൂടിയാണ് നിൽക്കുന്നത്. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? LHSൽ പോയിട്ട്, LHS എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോയിട്ട് നമ്മൾ കുറച്ച് വേരിയബിൾസ് സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ദ വേരിയബിൾസ് വിച്ച് ആർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം LHS ഓഫ് ദ കൺസ്ട്രെയിൻറ്റ് ടു കൺവേർട്ട് ദം ഇൻ ടു ഈക്വാലിറ്റീസ് ആർ കോൾഡ് സർപ്ലസ് വേരിയബിൾ. അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു വേരിയബിൾസാണ് സർപ്ലസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ് റൈറ്റ്. ഇനി ഞാനൊരു എക്സാമ്പിൾ താഴെ കൊടുക്കാം. 2x1 + 4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2x1 + 4x2. ഓക്കെ, എന്നിട്ട് അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ അല്ലേ വന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോയിട്ട് മൈനസ് ചെയ്യണം. അങ്ങനെയല്ലേ പറഞ്ഞത്? സോ S2 എന്ന് പറയുന്നത് സർപ്ലസിനെയാണ് ഉദ്ദേശിക്കുന്നത്. S2 = 12. സോ അവിടെ നമുക്ക് അതാണ് നമ്മളുടെ ആൻസർ. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. അതാണ് സർപ്ലസ് വേരിയബിൾ. ഇനി നമുക്ക് സ്ലാക്ക് വേരിയബിളിൽ നോക്കാം. സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇഫ് ദ കൺസ്ട്രെയിൻറ്റ് ഹാസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈക്വാലിറ്റിയിലേക്ക് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? LHSൽ പോയിട്ട് നമ്മൾ നേരത്തെ മൈനസാണ് ചെയ്തത്. ഓക്കെ, മൈനസാണ് ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡാണ് ചെയ്യേണ്ടത്. ആഡ് സം വേരിയബിൾസ് ടു ദ LHS. അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും ഞാൻ കാണിച്ചു തരാം. അതായത് 2x1 + x2 <= 800. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സ്ലാക്ക് വേരിയബിളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2x1 + x2 + S1 = 800. ഇവിടെ S1 എന്ന് പറയുന്നത് സ്ലാക്ക് വേരിയബിളിനെയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? സ്ലാക്ക് എന്ന് പറയുമ്പോൾ അവിടെ കുറവാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സൈനാണ് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ LHSൽ പോയിട്ട് ആഡ് ചെയ്തു. സർപ്ലസ് വേരിയബിളിൽ നമ്മൾ എന്താണ് ചെയ്തത്? അവിടെ ഗ്രേറ്റർ ദാൻ ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മളവിടെ LHSൽ പോയിട്ട് സബ്സ്ട്രാക്ട് ചെയ്തു. എല്ലാ സ്റ്റുഡൻസിനും ഇതിൻ്റെ കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. സോ നിങ്ങൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. സ്ലാക്ക് എന്ന് പറയുന്നത് കുറവെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? LHSൽ പോയിട്ട് ആഡ് ചെയ്യണം. കുറവെന്ന് പറയുമ്പോൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ സർപ്ലസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം കൂടുതലാണെന്ന്. സോ കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോയി മൈനസ് ചെയ്യണം. അണ്ടർസ്റ്റുഡ്? സോ ഇനി എൻ്റെ സ്റ്റുഡൻസിന് സ്ലാക്ക് വേരിയബിളും അതുപോലെ തന്നെ സർപ്ലസ് വേരിയബിളും കൺഫ്യൂഷൻ വരില്ല, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കും വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബിക്കോസ് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. താങ്ക് യു.